ഹായ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജെ എം ജേണി. ഞാനിപ്പോൾ ഈ പാതിരാത്രി സമയം 11 മണിക്ക് വീഡിയോ എടുക്കാനുള്ള കാരണം അല്ലു അർജുൻ്റെ പുഷ്പ 2 എന്ന് പറഞ്ഞ സിനിമയുടെ തെലുഗു ട്രെയിലറാണ് നമുക്ക് കിട്ടിയിരുന്നത്. മലയാളം വന്നിരുന്നില്ല. മലയാളം ഇപ്പോഴാണ് വരുന്നത്. E4 Entertainments എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലാണ് വന്നിട്ടുള്ളത്. ജസ്റ്റ് 48 മിനിറ്റ് ആയിട്ടുള്ളൂ. സോ ഞാൻ ഈ സമയത്ത് ഇരുന്ന് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പിന്നിലെ ചേതോ വികാരം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. കാരണം നിങ്ങളെപ്പോലെ തന്നെ മല്ലു അർജുൻ ഈസ് മലയാളി എന്നുള്ളൊരു മൈൻഡാണ് എനിക്കുള്ളത്. സോ മലയാളം കണ്ടാലേ സമാധാനം വരും. നമ്മുടെ ജിസ്റ്റു ഏണൻ്റെ വോയിസ് ഇങ്ങോട്ട് കേൾക്കണം, നല്ലൊരു തൃപ്തി കിട്ടുള്ളൂ. ആ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. മലയാളം വരാത്തിൻ്റെ പിറകിൽ ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. എന്തായാലും ഫൈനലി അവർ തന്നിട്ടുണ്ട്. വന്നൊരു ഒരു 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 49 മിനിറ്റിൽ 4152 വ്യൂ ആണ് കാണുന്നത്. ലെറ്റ്സ് വാച്ച്. ചിലപ്പോൾ ഞാനിത് ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യും. എന്നിപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ രാവിലെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. പിന്നെ റൂമിൽ കുഞ്ഞ് കിടന്ന് നല്ല ഉറക്കാണ്. അതുകൊണ്ട് സൗണ്ട് കുറച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. നിങ്ങൾക്കത് ഫീൽ ചെയ്യോ ഇല്ലെന്ന് അറിയില്ല. കുഞ്ഞ് അപ്പുറത്തിരിക്കുകയാണ്, ഞാൻ ഇപ്പുറത്തെ റൂമിലാണ് വീഡിയോ ചെയ്യുന്നത്. റെഡി? ആരാടാത്? പണം ഒരു പ്രശ്നമല്ല, പവറിനെ പേടിയില്ല. അവന്റെ ഉള്ളിലെന്തോ തട്ടിയിട്ടുണ്ട്. പുഷ്പ, 2.5 अक्षर, नाम छोटा है लेकिन साउंड बहुत बड़ा. പുഷ്പ എന്നത് ഒരു പേരല്ല, പുഷ്പ ഒരു ബ്രാൻഡാ. അല്ലുവിന്റെ വോയിസിനാണ് ഞാൻ കാത്തിരിക്കുന്നത്. ശ്രീവല്ലി എന്റെ ഭാര്യയാ. ആ വോയിസ്, ഭർത്താവ് ഭാര്യയുടെ വാക്ക് കേട്ട എന്താ ഉണ്ടാവാന്ന് അയാൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. പാർട്ടി ഉണ്ട് പുഷ്പ, പാർട്ടി ഉണ്ട്. എനിക്ക് അർഹതപ്പെട്ട കാശ് അത് കാലണയോ അരയണയോ ആണെങ്കിലും അത് കിട്ടാൻ വേണ്ടി 7 കടലും 7 മലയും കടക്കേണ്ടി വന്നാലും അവിടെ എത്തുക എന്നുള്ളതാണ് പുഷ്പയുടെ പോളിസി. പുഷ്പ നാഷണൽ ആണെന്ന് കരുതണ്ട, ഇന്റർനാഷണൽ. ഫ്ലവർ ആണെന്ന് കരുതിയോ? ഫയറല്ലേ? വൈൽഡ് ഫയർ. ഇപ്പോഴാണ് ഒരു സമാധാനമായിട്ട്. മലയാളം അതൊരു വേറെ ഫീൽ തന്നെ കേട്ടോ. ജിസ്റ്റോയുടെ വോയിസ് അത് ഇതിൽ പറയുന്ന ഒന്ന്, ഈ മലയാളത്തിൽ എല്ലാത്തിലാണ് പറയുന്നതിലും മലയാളത്തിൽ പ്രത്യേകിച്ച് ഈ മലയാളം പറയുന്നതിൽ ചില ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കും. അതായത് 7 കടലും താങ്ങി അവിടെ എത്തുക എന്നുള്ളതാണ് പുഷ്പയുടെ പോളിസി എന്ന് പറയുന്ന സാധനം. അതുപോലെ പുഷ്പ എന്ന നാഷണലാന്ന് വിചാരിച്ചോ, ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ സാധനം. ആ ഇന്റർനാഷണൽ കൊടുത്തിരിക്കുന്നത് കട്ടിയും കാനും അതൊക്കെ അതൊരു വേറെ പരിപാടിയാണ്. അത് ഭയങ്കര രസമുണ്ട്. അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എനിക്കിതിൽ തോന്നുന്ന ഒരു കാര്യം, ഇപ്പൊ ഫസ്റ്റ് പാർട്ട് കണ്ടപ്പോൾ തന്നെ ഇതിന് മുമ്പ് ഇപ്പൊ കുറെ ആളുകൾ വിമർശനാത്മകമായി ഞാൻ കുറെ വീഡിയോസ് കണ്ടത്. അപ്പൊ അതിലൊക്കെ പറയുന്ന ഒരു കാര്യം, അതായത് സുകുമാർ ഈ KGF 2 ചാപ്റ്റർ 2 കണ്ടതിന് ശേഷം പറഞ്ഞിട്ടുള്ള കാര്യം, അതായത് അതുപോലെ ചെയ്യാൻ വേണ്ടി ഒരുപാട് പൊളിച്ചെഴുതി ഒരുപാട് മാറ്റങ്ങൾ വരുത്തി വലിയ മാസീവ് സാധനമായിട്ട് നമുക്ക് തരാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണത്. അങ്ങനെ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത്
ഒരു KGF പോലെ എന്നുള്ളതല്ല, പക്ഷെ ഇതിന്റെ വലിപ്പം ഞാൻ ഫസ്റ്റ് റിയാക്ഷൻ ചെയ്ത് ഇട്ടപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഇപ്പൊ പറയുന്നതല്ല, അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, അതായത് പുഷ്പ എന്തായിരുന്നു അതിന്റെ 5 ഇരട്ടിയെങ്കിലും മിനിമം ചെയ്യാൻ ഈ സിനിമയിൽ ശ്രമിച്ചിട്ടുണ്ട്. 5 ഇരട്ടി. പുഷ്പ തന്നെ ഭയങ്കര ഒരു ലോഡഡ് സാധനമായിരുന്നു, പക്ഷെ അതിനൊരു ഒരു പാകത ഉണ്ടായിരുന്നു, ഒരു ജസ്റ്റ് ഒരു ഫ്ലോ കറക്റ്റ് ആയിരുന്നു, അതിന്റെ ഒരു വലുപ്പം എല്ലാം കറക്റ്റ് ആയിരുന്നു. അത് കുറച്ച് കാര്യങ്ങൾ കാണിച്ചാൽ നമുക്കത് ഭയങ്കര അക്സെപ്റ്റബിൾ ആയി, നമ്മൾ വളരെ രസമായിട്ട് കണ്ടിരുന്ന സാധനം. അതിന്റെ മേലെ വരുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഹിറ്റ് ആണെങ്കിൽ വൻ സാധനമായിരിക്കും കാണിച്ചു കൂട്ടുന്നത്. പക്ഷെ പലപ്പോഴും ഈ തെലുഗു കന്നഡ സിനിമകളിലൊക്കെ ഇത്തരത്തിലുള്ള മാസ് പക്ക കൊമേഴ്ഷ്യൽ സിനിമകൾ വരുന്ന സമയത്ത് ചില സാധനങ്ങൾ നമുക്ക് അരോചകമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അല്ലു അർജുൻ സിനിമയിൽ അത് വരാനുള്ള സാധ്യത വളരെ കുറവാണ് കാണുന്നത്. കാരണം ഇത്രയും പടങ്ങൾ ഇറങ്ങിയിട്ട് ഒന്നിൽ പോലും എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ ഭയങ്കര രസമായിട്ടാണ് അല്ലു അർജുൻ സിനിമകൾ കാണാറുള്ളത്. 1 വർഷത്തിലൊരു പടം, 2 അദ്ദേഹത്തിന്റെ ആ സ്വാഗും ആ സ്റ്റൈലും ഡാൻസും ഡയലോഗും അദ്ദേഹത്തിന്റെ പ്രണയവും എന്താ പറയാ ദേഷ്യവും പ്രതികാരവും ഒക്കെ കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ ഫുൾ എനർജറ്റിക് ആയിട്ടുള്ള ഒരു നടൻ, അങ്ങനെ ഒരു നടൻ ഉണ്ടോ വെച്ചാൽ പെട്ടെന്ന് നമുക്കൊരു പേര് പറയാൻ കഴിയില്ല. ഒരു പക്ഷേ രൺവീർ സിംഗ് ആണോ? അതെ, രൺവീർ സിംഗ് ഹിന്ദിയിൽ. അദ്ദേഹത്തിന്റെ എനർജി ഭയങ്കര, ഒരു പ്രോഗ്രാം വന്നാൽ പോലും അതുപോലെ ചാട്ടി നിൽക്കുന്ന ഒരാളാണ് ഈ അല്ലു അർജുൻ. ഡാൻസ് ഒക്കെ വേറെ ലെവൽ, പറയണ്ടല്ലോ. ഈ എല്ലില്ലാതെ കടന്നിങ്ങനെ നുഴയുകയാണെന്ന് തോന്നും, അമ്മൊരു പരിപാടിയാണ്. അപ്പൊ അതൊരു കാണാൻ രസമുണ്ട്. അപ്പോൾ അല്ലുവിനെ വന്ന് അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഈ ട്രെയിലർ കാണുന്ന സമയത്ത് ഇതുവരെ വന്നിട്ടുള്ള അല്ലു അർജുൻ സിനിമകളുടെയൊക്കെ എത്രയോ മുകളിൽ ഇതിന്റെ മാസ് സാധനങ്ങൾ എലമെന്റ്സ് കുത്തി നിറക്കാൻ ശ്രമിച്ച പോലെ ഒരു ഫീല് വരുന്നുണ്ട്. അത് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി പാളും. കാരണം പുഷ്പ കണ്ടുപോകുന്ന ആളുകൾ അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, തരുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ ഒരു പുഷ്പയുടെ പണം, അത് 10 പൈസയാണെങ്കിൽ 5 പൈസയാണെങ്കിലും ഒരു ചില്ലിയാണെങ്കിലും ഒരു അണയാണെങ്കിലും അത് 7 കടലിൽ താണ്ടി പോയി എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ശിഖാവത്ത് അണ്ണൻ പണി കൊടുത്തിട്ടുണ്ടാവും ഫാഫ. എന്നിട്ട് ഇവന്റെ ചന്ദന മരങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും കയറ്റി വിട്ടിട്ടുണ്ടാവും, അത് അവിടെ പോയി പുള്ളി മേടിച്ചു വരും. ഇതായിരിക്കും മിക്കവാറും. അപ്പൊ അതിന് പുറത്തൊക്കെ പോകുന്നുണ്ട്, വേറെ പല രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ പുള്ളി ഇതൊരു വൻ പൈസക്കാരനാണ്, എന്നാലും അതൊക്കെ എങ്ങനെ കണക്ട് ആവും എന്നുള്ളത് നമ്മൾ അറിയണം. ആ രാജ്യത്ത് പോയി അവിടുത്തെ ആളെ തല്ലി ഈ സാധനം കൊണ്ടുവരുന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ വലിപ്പം ഭയങ്കരമായിട്ട് കൂട്ടാൻ ശ്രമിച്ചാൽ വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അവിടെ ചന്ദ്രൻ എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ നാട്ടിൽ മാത്രമല്ല, അവിടുന്ന് കയറ്റുമതി ചെയ്ത് ഇങ്ങനെ പോകുന്ന ഒരു പരിപാടിയിൽ നിൽക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇവിടുത്തെ വില്ലൻ കഴിഞ്ഞല്ലോ, ഇനി അടുത്ത വില്ലൻ ഇന്റർനാഷണൽ ആയിരിക്കണം. അതുകൊണ്ടായിരിക്കും പുഷ്പ എന്ന് പറഞ്ഞ നാഷണൽ ആണെന്ന് കരുതിയോ ഇന്റർനാഷണൽ ആടാന്ന് പറയാനുള്ള കാരണവും ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കാം. അത് പറയുന്നത് ഫഫയോടും ആകാനുള്ള സാധ്യത ഞാൻ കാണുന്നു. സോ എന്തൊക്കെ വന്നാലും, ഇനിയിപ്പോ എത്ര വിമർശങ്ങൾ വന്നാലും പറയാനുള്ള ഒരു കാര്യം, അല്ലു അർജുൻ സിനിമയാണ്. പടം ഹൈപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പോയി തിയേറ്ററിൽ കണ്ടിരിക്കും. അങ്ങനെയുള്ളവർ ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. ബാക്കി സിനിമ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ വേറെ കാര്യം. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഒരു പരിധിയിൽ കുറഞ്ഞ താഴത്തേക്ക് പോകാനുള്ള സാധ്യത ഒന്നുമില്ല. ഞാൻ കങ്കുവിന്റെ കാര്യം പറഞ്ഞിരുന്നു, പല ആളുകളും കമന്റിൽ പറഞ്ഞിരുന്നു, അതല്ലാതെയും പലപ്പോഴും പറഞ്ഞു കങ്കുവയ്ക്ക് എന്തൊരു ഹൈപ്പിൽ വന്നതാ. അതുപോലെ ഈ സിനിമ കാണരുത്. ഒന്ന് മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഇന്ത്യൻ മൂവി ഏതാന്ന് ചോദിച്ചാൽ അതിലൊന്ന് അല്ലു അർജുന്റെ പുഷ്പയാണ്. 2 ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ വരുന്ന, ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ തന്നെയാണ് എനിക്കറിയില്ല, ഇന്ത്യൻ മൂവി ഏറ്റവും വലിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമയും ഇതാണ്. സോ ആ ബഡ്ജറ്റിലെ പണി അവർ ചെയ്തു വെച്ചിട്ടുണ്ടാവും. 2, ഈ സുകുമാർ ശിവണ്ണനല്ല എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. ഇദ്ദേഹം ഇത്തരത്തിലുള്ള മാസ് സാധനങ്ങൾ കാണിച്ചാലും അതൊരു സ്റ്റൈലിഷ് സാധനമായിട്ട് കാണിക്കാനുള്ള കഴിവ് പുള്ളിക്കാരനും, ഇനി എത്ര ചെറിയ താന്ന് കിടക്കുന്ന സാധനമാണെങ്കിലും അതിനെ സ്വന്തം സ്വാഗ് കൊണ്ട് മറ്റൊരു രീതിയിലേക്ക് എടുത്തു വെക്കാനുള്ള കഴിവ് അല്ലു അർജുനും ഉണ്ട്. കാരണം പുള്ളിന്റെ ഒരു തനി സ്റ്റൈലാണ്. ആ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടാണ് നമ്മൾ അദ്ദേഹത്തിന്റെ സിനിമ കാണാൻ പോകുന്നത്. അല്ലെ, പറയുന്ന ഡയലോഗ് ആണെങ്കിലും എല്ലാ സാധനത്തിനും ഒരു യുണീക്ക് സ്റ്റൈൽ ഉണ്ട്. ആ സ്റ്റൈൽ കാണാനാണ് നമ്മൾ തിയേറ്ററിൽ പോകുന്നത്. ഇപ്പോ ഒരു വിജയ് സിനിമയ്ക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ആ സ്വാഗിനാണ്. അതുകൊണ്ടാണ് എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഈ വിജയ് പടങ്ങൾ പിടിച്ചു വെക്കുന്നത്. എത്ര ഫ്ലോപ്പ് വരുന്നു, ഈ പറഞ്ഞ പോലെ കങ്കു വന്നു, കങ്കു ആരാധകർക്ക് താങ്ങാൻ പോലും വയ്യ. പക്ഷെ ഈ വിജയിന്റെ ഒക്കെ എത്ര ഫ്ലോപ്പ് വരാറുണ്ട്, എത്ര മിക്സഡ് റിവ്യൂ വരാറുണ്ട്. ജസ്റ്റ് ഒരു മിക്സഡ് റിവ്യൂ ആണെങ്കിൽ പോലും ഇതിന്റെ ആരാധകരെ പിടിച്ച് കൊട്ടയാറുണ്ട് എല്ലാവരും. പക്ഷെ എന്തൊന്നും സംഭവിക്കാത്തത്, അവർക്ക് ബജറ്റ് തിരിച്ചു കിട്ടുന്നു, ആ പടം എന്നാലും അവർ ആ ഒരു ഗത്തിൽ അത് നിർത്തുന്നു. കാരണം അതാണ് വിജയ്. ആ ഒരു ചേഞ്ച് ഉണ്ട്. അത്തരത്തിൽ പുഷ്പ എന്ന് പറയുമ്പോഴും ഈ സിനിമയിൽ അല്ലു അർജുൻ ഫാക്ടർ ഭയങ്കരമാണ്. അത് നന്നായിട്ട് തിയേറ്ററിൽ എടുത്ത് കാണിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. ആകുല സങ്കടം കൃത്യമായി രശ്മിക മന്ദന ചേച്ചീനെ കാണിച്ചു തന്നിട്ടുള്ള എന്നുള്ളതാണ്. ബാക്കിയൊക്കെ ഓക്കെയാണ്. ലെറ്റ്സ് സീ.